എന്നിട്ട് ഡെലിവറി ബോയുടെ ഫോണാണോ? അയ്യോ, ഇങ്ങ് തന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. എനിക്ക് ഒരു ഫോൺ കിട്ടിയിട്ട് ഗാലറി പോലും നോക്കാതെ എങ്ങനെയാ കൊടുക്കുക? എടി അതൊക്കെ മോശം, അതൊക്കെ അവിടെ പ്രൈവറ്റ് കാറിൽ നീ ഇതിന് തന്നെ. ഒരു മോശമില്ല. നോക്കട്ടെ, ലുക്കൊന്നുമില്ലേ? ഇതിപ്പോ നിന്റെ ഫോണാണോ അവന്റെ ഫോണാണോ? ഇതില് മൊത്തം നിന്റെ ഫോട്ടോസ് ആണല്ലോ. എന്താണ് മോളെ? ഒന്നുമില്ലടി, നീ ഫോണിൽ തന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട്. വാട്സപ്പോടെ നോക്കിട്ട് എടി അതൊക്കെ മോശം, അതൊക്കെ അയാളുടെ പ്രൈവറ്റ് കാര്യമാ. പിന്നെ ഇങ്ങതാ വാട്സപ്പിൽ നോക്കിട്ട് കൊടുക്കാല്ലേ? ഓക്കെ. ഇതിൽ നിന്റെ കോണ്ടാക്ട് മാത്രമേ ഉള്ളൂല്ലോ. അവന് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? തന്നെ ഓ മാഡം ഡെലിവറി. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. പിന്നെ അത് കോളിംഗ് ബെല്ല, പഞ്ചിങ് ബാഗ് അല്ല. എന്താ? ഒന്നുമില്ല, ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞതാ. മാഡം നെറ്റി പോയാ? താങ്ക് യു. ജ്യൂസ് എവിടെ? ജ്യൂസ് എടുത്താണല്ലോ. എന്നിട്ട് എവിടെ പോയി? അറിയില്ല, മിസ്സായെന്ന് തോന്നുന്നു. സോറി മാഡം, ഇനി ആവർത്തിക്കില്ല. മിസ്സായെന്നോ? എടോ, ഇയാൾ ഡെലിവറിക്ക് തന്നെയല്ലേ വന്നത്? അതെ, പക്ഷെ അത് എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്കറിയാം. എടോ, ഇയാളെ പോലൊരു കുറച്ച് വിചാരമുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് നമ്മളറിയാതെ കഴിച്ചിട്ട് അത് ചോദിക്കുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ. നാണം ഉണ്ടോ? അധ്വാനിച്ച് കഴിച്ചൂടെ? സോറി മാഡം, ജ്യൂസിൻ്റെ പൈസ വേണ്ട. ഒരൊറ്റ തര അറിയാമലായിട്ടല്ല എൻ്റെ മാന്യത. നിന്റെ ഒന്നും പാത്രത്തിൽ കൈയിട്ട് വരേണ്ട ദാരിദ്ര്യമൊന്നും ഞങ്ങളെ ഡെലിവറി ബോയ്സ് ഇല്ലടി. ജ്യൂസ് വേണമെങ്കിലേ ഞാൻ മേടിച്ചു കുടിക്കൂടി. കൊരയ്ക്കാതടി. അവളുടെ ഒരു ഫേഷ്യല്, നിന്റെ തിരുമോന്തണ്ടല്ല തറയിലിട്ട് ഇങ്ങനെ 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 ഒരച്ചണ്ടല്ല, ചുമക്കും ചോര കൊണ്ട്. നീ എന്താ എന്നോട് പറഞ്ഞേ? എനിക്ക് നാണം ഉണ്ടോ? നാണം. ദൈവമേ.